2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ മുരളീധരനെ പിന്നിൽ നിന്ന് കുത്തിയ പ്രതാപൻ ഇപ്പോൾ നിയമസഭ അടുത്തപ്പോൾ പഴയ പരാതിയുമായി രംഗത്ത് വരികയാണ്. അന്ന് വലിയ രീതിയിൽ അട്ടിമറി ഉണ്ടായെന്ന്. അന്ന് ഈ പ്രതാപൻ എവിടെയായിരുന്നു? തൃശ്ശൂരിൽ ഇല്ലായിരുന്നോ? എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഇദ്ദേഹം പരാതിയുമായി എത്തിയപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത്. തെളിവ് എവിടെ? സത്യവാങ്മൂലം എവിടെ? അല്ലേ? ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ക്രമക്കേട് ഉണ്ടായാൽ നമുക്കത് ഇത്ര ദിവസത്തിനകം പരാതി കൊടുക്കണം എന്നാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 45 ദിവസത്തിനകം പരാതി കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ നിയമം. നമ്മളെല്ലാ കാര്യങ്ങളും ഈ കാര്യങ്ങളെല്ലാം നിയമം അനുസരിച്ചാണ് പോകുന്നത്. നിയമം, അതിന് താഴെ ചട്ടങ്ങൾ, വകുപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് നിയമവും അതിന് താഴെയുള്ള ചട്ടങ്ങളും വകുപ്പുകളും ഒക്കെ അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അതിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ, അത് ലംഘിക്കപ്പെട്ടാൽ അത് നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കാം. തെളിവ് സഹിതം നമുക്ക് പരാതി കൊടുക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ നടപടിയെടുക്കുകയും ചെയ്യും. നമുക്കത് മുമ്പ് പല സന്ദർഭങ്ങളിലും അതൊക്കെ വ്യക്തമായതാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ പ്രതാപൻ എന്താ പറയുന്നത്? VS സുനിൽകുമാറാണ് ആദ്യം പരാതിയുമായിട്ട് സമീപിച്ചത്. അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള തെളിവുകളൊക്കെ കൊടുത്തു, സത്യവാങ്മൂലമൊക്കെ കൊടുത്തു. അത് ഇനി വരുന്ന ചൊവ്വാഴ്ച, അതായത് മറ്റന്നാൾ, എന്താണ് അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം എന്നുള്ളത് പുറത്തു വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നുകിൽ അത് അന്വേഷിക്കാം, മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ തെളിവുകൾ പര്യാപ്തമല്ല, അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കാൻ സാധ്യമല്ല, ഇതിനകത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ അത് പറയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ ഇവിടെ പ്രതാപൻ നോക്കുമ്പോൾ നമ്മൾ ഒരു പടി പുറകില്ല. LDF നമ്മളെക്കാൾ മുമ്പേ സ്കോർ ചെയ്തു. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. പ്രതാപൻ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. UDF അധികാരത്തിൽ വന്നാൽ എങ്ങനെയെങ്കിലും ജയിച്ചൊരു മന്ത്രിയാവുക, അതാണ് പ്രതാപന്റെ ഏറ്റവും വലിയ മോഹം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുക എന്നുള്ളതാണ് TN പ്രതാപന്റെ ആഗ്രഹം. അതിപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന എല്ലാവർക്കും ഈ ആഗ്രഹങ്ങളുണ്ടാവും. പാർലമെന്ററി മോഹങ്ങളില്ലാത്തവർ അല്ലല്ലോ ഈ മത്സരിക്കുന്ന എല്ലാവർക്കും പാർലമെന്ററി മോഹങ്ങളുണ്ട്. ആരും ഞങ്ങൾ വലിയ എൻ്റെ കൂട്ടത്തിൽ ജനസേവനവും ചെയ്യും, ഞങ്ങൾക്ക് സ്ഥാനം വേണം, പദവി വേണം, അധികാരം വേണം, കൂട്ടത്തിൽ ജനസേവനവും ചെയ്യും. അല്ലാതെ ഈ പറയുന്നത് പോലെ മോക്ഷത്തിന് വേണ്ടിയിട്ടോ പുണ്യത്തിന് വേണ്ടിയിട്ടോ അല്ലല്ലോ. ഒരാളെ ജനങ്ങളങ്ങ് തള്ളിക്കൊണ്ടുവന്ന്, ആ മണ്ഡലത്തിലെ ജനങ്ങളെല്ലാം കൂടി ചേർന്ന് തള്ളിക്കൊണ്ടുവന്ന് ആ സ്ഥാനത്തേക്ക് നിർത്തുകയല്ലല്ലോ ചെയ്യുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ പ്രതാപൻ പിന്നെ ഒരല്പം താമസിച്ചു, പറഞ്ഞതുപോലെ LDF കയറി അങ്ങ് സ്കോർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ പ്രതാപനൊരു ഈ ഉണ്ടിരുന്ന നായർക്ക് ഉൾവിളി ഉണ്ടായി എന്ന് പറയുന്ന പോലെ പ്രതാപൻ അയ്യോ നമുക്ക് അബദ്ധം പറ്റിപ്പോയി, ചാടി വീണ ഉടനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പരാതിയൊക്കെ കൊടുത്തിരിക്കുക. ഇവിടെ സുനിൽകുമാർ ഇവിടെയാണ് പരാതി കൊടുത്തതെങ്കിൽ പ്രതാപന് അങ്ങോട്ട് ഡൽഹിക്കും പരാതി കൊടുത്തു. അപ്പോൾ പറഞ്ഞ പോലെ ഈ പരാതിയൊക്കെ സ്വീകരിക്കണമെങ്കിൽ അതിന് ചില മര്യാദകളില്ലേ, അതിന് ചില മാനദണ്ഡങ്ങളില്ലേ. ചുമ്മാ അങ്ങ് തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ. നമ്മളൊന്ന് ആലോചിക്കണം. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിച്ചു വന്ന ഒരു സ്ഥാനാർത്ഥി, ജനപ്രതിനിധി, ആ ജനപ്രതിനിധിക്കെതിരെ ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതിക്ക് അതിൻ്റേതായ ഗൗരവം വേണം. ചുമ്മാ വെറുതെ ഈ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ആ പരിപാടി നടക്കില്ല. ഇത് കേൾപ്പോരും കേൾവിയും ഇല്ലാത്ത രാജ്യമൊന്നും അല്ലല്ലോ. ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, നിയമമുണ്ട്, സുപ്രീം കോടതിയുണ്ട്, വലിയ സംവിധാനങ്ങളുണ്ട്. എക്സിക്യൂട്ടീവ് വളരെ ബൃഹത്തായ ഒരു എക്സിക്യൂട്ടീവാണ് നമ്മുടേത്. അപ്പോൾ ഇവിടെയൊക്കെ നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ തെളിവ് സഹിതം ആ നിയമലംഘനം ചൂണ്ടിക്കാണിക്കൂ, സത്യവാങ്മൂലം കൊടുക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പായിട്ടും അന്വേഷിച്ചിരിക്കും. അന്വേഷിക്കാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറ്റില്ല. പക്ഷേ എന്താ അതിന് മടിക്കുന്ന പ്രതാപൻ? സുനിൽകുമാർ അത്രയൊക്കെ ചെയ്തില്ലേ? സുനിൽകുമാർ ധൈര്യസമേതം മുന്നോട്ട് പോയി. പ്രതാപൻ ഈ പ്രതാപൻ കുറേ തെളിവൊക്കെ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ തെളിവിൻ്റെയൊക്കെ ബലം എന്താണെന്ന് നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ സത്യവാങ്മൂലം കൊടുക്കാത്ത എന്താ? ഈ രാഹുൽ ഗാന്ധിയുടെ ശിഷ്യനാണല്ലോ ഇപ്പോൾ പ്രതാപൻ. ഇപ്പോൾ രാഹുൽ ഗാന്ധി തൊട്ട് പ്രതാപൻ വരെയുള്ളവർ ഈ സത്യവാങ്മൂലം കൊടുക്കാൻ മടിക്കുന്നതിന് അത് ഒരു സംശയം ഉണർത്തുന്നു. അതിനകത്തൊരു ദുരൂഹതയുണ്ട്. ഇവരിത്രയൊക്കെ വിളിച്ചു പറയുന്നു. അതവിടെ 1 ലക്ഷം വ്യാജ വോട്ട് ചേർത്തു, ഇവിടെ 50,000 വ്യാജ വോട്ട് ചേർത്തു, ബീഹാറിൽ 65 ലക്ഷം പേരെ പുറത്താക്കി, ഇതൊക്കെ വിളിച്ചു പറയുന്ന രാഹുൽ ഗാന്ധി
തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഔദ്യോഗികമായി സത്യവാങ്മൂലത്തോടു കൂടിയുള്ള പരാതി കൊടുക്കുന്നില്ല, തെളിവുകൾ കൈമാറുന്നില്ല. ഈ രാഹുൽ ഗാന്ധി കാണിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേതെന്നും പറഞ്ഞ് പുറത്തുവിട്ട പല രേഖകളും വെബ്സൈറ്റിലെ ദൃശ്യങ്ങളും എല്ലാം വ്യാജമാണെന്ന് ഏതാണ്ട് തെളിഞ്ഞു കഴിഞ്ഞു. 90% അത് ഫേക്കാണ് എന്ന് തെളിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എന്താണ് വഴി? കാരണം ഇദ്ദേഹത്തിനെതിരെ കേസിന് പോകാനുള്ള ഒരു വകുപ്പുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ്, തിരിച്ച് തെളിവുകൾ കൈമാറൂ എന്ന് പറഞ്ഞു. കൃത്യമായ തെളിവുകൾ പ്രതാപൻ കൈമാറിയില്ലെങ്കിൽ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന കുറ്റം പ്രതാപനെതിരെ വരും. അത് ചുമത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നോട്ട് പോകാം. ഒരു പക്ഷേ പ്രതാപൻ മത്സരിക്കുന്നത് തടയാൻ വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചേക്കും. പ്രതാപന് കോടതിയിൽ പോയി പ്രത്യേക ഉത്തരവ് കോടതിയിൽ നിന്ന് വാങ്ങേണ്ടി വരും മത്സരിക്കാൻ. അങ്ങ് ഇപ്പോൾ എളുപ്പത്തിൽ അങ്ങ് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച് മന്ത്രിയാകാം എന്ന് ധരിച്ചിരിക്കുകയാണെങ്കിൽ അല്ലയോ പ്രതാപ, അത് വലിയ ബുദ്ധിമുട്ടായി തീരും. ഈ എടുത്തുചാട്ടം കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ദോഷം അതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരിച്ച് നോട്ടീസ് അയച്ചിരിക്കുന്നു. ആ നോട്ടീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ അതിന് കോൺഗ്രസ്സുകാർ ശ്രമിച്ചാലും CPM-കാർ ശ്രമിച്ചാലും BJP-ക്കാർ ശ്രമിച്ചാലും തീർച്ചയായിട്ടും അതിനെതിരെ അവർക്ക് നിയമപരമായ നടപടികളിലേക്ക് കടക്കാം. ചുമ്മാ വെറുതെ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പോലെ ഇങ്ങനെ വിളിച്ചു കൂവി ഇത് തട്ടിപ്പാണ് തട്ടിപ്പാണ് തട്ടിപ്പാണ്, വ്യാജമാണ് 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 എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് നമ്മൾ ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ഒരു അനൗൺസ്മെന്റ് കേൾക്കാമല്ലോ, നാളെയാണ് ഭാഗ്യക്കുറി നറുക്കെടുപ്പ്, പിന്നെ 10 ലക്ഷവും മാരുതി കാറും എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഇങ്ങനെ നമ്മൾ അനൗൺസ്മെന്റ് കേൾക്കുമായിരുന്നു, ബസ് സ്റ്റാൻഡുകളിലൊക്കെ കേൾക്കുമായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ കുറവുണ്ട്. ഇപ്പോൾ അത്രയൊന്നുമില്ല. ഇപ്പം ഈ ഓൺലൈനായിട്ടൊക്കെയാണ് പരസ്യങ്ങൾ ചെല്ലുന്നത് ആൾക്കാരുടെ അടുത്ത്. എല്ലാവരുടെയിലും മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് ഓൺലൈനായിട്ട് പരസ്യം. ഇത് അതുപോലെ ഇങ്ങനെ ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ വിൽപ്പന പോലെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഒരു നുണ സത്യമാണ്, വ്യാജം വസ്തുതയാകും. ഇല്ലല്ലോ. ഇത് ചുമ്മാ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണെങ്കിൽ അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിശക്തമായ നടപടിയെടുക്കുമെന്ന് തീർച്ചയായും ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരിച്ച് ഒരു വിശദീകരണം ചോദിക്കുന്നതിനപ്പുറത്തേക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വളരെ കൃത്യമാണ്. ആ നോട്ടീസ് ഔദ്യോഗികമായ നോട്ടീസാണ്. അതിന് കൃത്യമായ മറുപടി കൊടുത്തില്ലെങ്കിൽ അത് TN പ്രതാപനായാലും ശരി, നരേന്ദ്രമോദി ആയാലും ശരി, അമിത്ഷാ ആയാലും ശരി, രാഹുൽ ഗാന്ധി ആയാലും ശരി, പിണറായി വിജയൻ ആയാലും ശരി പെടും. അത് ഒരു വസ്തുതയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ പാടില്ല. അല്ല, മറ്റൊരു കാര്യമുണ്ടല്ലോ, ഇത് ജനങ്ങളെയും പറ്റിക്കുന്ന ഒരു രീതിയല്ലേ. 75,000-ലധികം വോട്ടിന് വിജയിച്ച ഒരു നേതാവിനെ പറയുകയാണ് കള്ള വോട്ട് കൊണ്ടാണ് ജയിച്ചത്. അതെ. അപ്പോൾ ഈ തൃശ്ശൂരിലെ ജനങ്ങൾ മുഴുവനും കള്ളവോട്ട് ചെയ്യുന്നവരാണോ? തൃശ്ശൂരിലെ ജനങ്ങൾ ഈ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തവരെല്ലാം വ്യാജന്മാരും കള്ളന്മാരുമാണെന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. നോക്കൂ, ഇത് നമുക്ക് പെട്ടെന്ന് കരുത് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് കരുതിയാണ്. അവിടെ ഒരു വ്യാജ ഉണ്ടല്ലോ. അതെ. അതിപ്പം ഈ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും പ്രതിസന്ധിയിലായത് അങ്ങനെയാണല്ലോ. അവർക്കെതിരെ കേസ് വരെ വന്നല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു, അവിടെ വ്യാജന്മാരെ തിരികെ കയറ്റി എന്നൊക്കെ പറഞ്ഞു. ആധാർ ഉൾപ്പെടെ വ്യാജമായി നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വ്യാജന്മാരെ നിർമ്മിക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളത് ആർക്കാണെന്ന് ജനത്തിനറിയാം. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏതെങ്കിലും വിധത്തിൽ പറയുന്നത് പോലെ അതിൻ്റെ പുറത്ത് കുറ്റം ആരോപിക്കുമ്പോൾ തെളിവുകൾ കൃത്യമായിരിക്കണം. അല്ലാതെ വ്യാജ ആരോപണങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സുപ്രീം കോടതി, പാർലമെന്റ് പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ ഉന്നയിച്ചാൽ തീർച്ചയായിട്ടും ഉന്നയിക്കുന്നയാൾ അത് തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. അത് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ആളിനെതിരെ നിയമ നടപടി വരും. അതും തീർച്ചയായും. ഭരണഘടനാ സ്ഥാപനങ്ങളെ അവഹേളിക്കരുത്, അപമാനിക്കരുത്. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ സ്വത്താണത്. നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവ്, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഒക്കെ നിലനിൽക്കുന്നത് ആ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കൂടിയാണ്. നമ്മുടെ ഭരണഘടനയ്ക്കും ആ ഭരണഘടനയെ ചലിപ്പിക്കുന്ന, ആ ഭരണഘടനയെ നമ്മുടെ രാജ്യം മുഴുവനും വ്യാപിപ്പിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. അത് നമ്മുടെ കോടതികളുണ്ട്, നമ്മുടെ നിയമനിർമ്മാണ സഭകളുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അങ്ങനത്തെ വളരെ ആഴത്തിൽ ഇന്ത്യൻ ജനതയുടെ സ്വത്വത്തിലേക്ക് അങ്ങനെ വ്യാപിച്ചു നിൽക്കുന്ന നമ്മുടെ ആ ഭരണഘടനാ സ്ഥാപനങ്ങളെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യാൻ നമുക്ക് അവകാശമില്ല, അധികാരമില്ല. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ആരും തന്നിട്ടില്ല. സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്,
നമുക്ക് തെറ്റ് കണ്ടാൽ നിങ്ങൾ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് സഹിതം മുന്നോട്ട് വരൂ. ടി.എൻ. പ്രതാപനല്ല, ആര് വേണമെങ്കിലും വരട്ടെ, തീർച്ചയായിട്ടും അതിൻ്റെ പുറത്ത് നടപടി ഉണ്ടായിരിക്കും. ഇത് തെളിവുകളൊന്നുമില്ലാതെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടാകുന്നത് സ്വാഭാവികമാണ്. സുപ്രീം കോടതി പോലും അത് സമ്മതിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ അത്തരം തെറ്റുകൾ കടന്നുകൂടാ, ക്ലറിക്കൽ മിസ്റ്റേക്സ് ആണ്. പക്ഷേ അത് റെക്ടിഫൈ ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്. ഒരാൾ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അത് പിടിക്കാനുള്ള എല്ലാ സംവിധാനവും ഔദ്യോഗികമായും അനൗദ്യോഗികമായിട്ടും ഉണ്ട്. നോക്കൂ, ഔദ്യോഗികമായിട്ട് കള്ളവോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അത് മനസ്സിലാക്കാൻ സംവിധാനമുണ്ട്. ഇനി ഉദ്യോഗസ്ഥർ കണ്ണടച്ചു എന്നിരിക്കട്ടെ, അഴിമതി നടത്തിയെന്നിരിക്കട്ടെ, സ്വജനപക്ഷപാതം നടത്തിയെന്നിരിക്കട്ടെ, പക്ഷെ അവിടെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രതിനിധികൾ, ബൂത്ത് ഏജന്റുമാർ, ഇന്നേജന്റുമാരില്ലേ, ഇവരിൽ ഒരാളിന് എണീറ്റ് നിന്ന് പറയാമല്ലോ, വിരൽ ചൂണ്ടാലോ, അത് പിന്നെ ചലഞ്ച് ചെയ്യാമല്ലോ. എന്തുകൊണ്ട് അതൊന്നും ചെയ്യാതെ, അത്തരം കാര്യങ്ങളൊന്നും നടപ്പാക്കാതെ അവിടെ കണ്ണടച്ചിരുന്നിട്ട് ഇത് വ്യാജമാണ്, കള്ള വോട്ടാണ് ചെയ്തിരിക്കുന്നത്, ഈ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നിങ്ങനെ ആക്ഷേപിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ടി.എൻ. പ്രതാപൻ സത്യത്തിൽ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ തെളിവുകൾ ഹാജരാക്കുക. ഇപ്പം നോട്ടീസാണ് കിട്ടിയിരിക്കുന്നത്, അത് ഔദ്യോഗികമാണ്. കൃത്യമായിട്ട് തെളിവ് നൽകാൻ സാധിച്ചില്ലെങ്കിൽ, സത്യവാങ്മൂലം നൽകാൻ സാധിച്ചില്ലെങ്കിൽ അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ നടപടികളിലേക്ക് കടക്കും എന്ന് വ്യക്തമാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.